പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും സംഘർഷത്തിന്റെ ഭാഗമാകാൻ ഒരുങ്ങുന്നതായ പുതിയ വിവരമാണ് പുറത്തുവരുന്നത്. ഈ രാജ്യങ്ങൾ സ്വീകരിച്ച പുതിയ നടപടികൾ യുദ്ധം കൂടുതൽ വ്യാപിക്കുന്നതിന്റെ സൂചനയാണ്. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾക്കായി കിങ് ഫഹദ് എയർബേസ് ഉപയോഗിക്കാൻ സൗദി അറേബ്യ അമേരിക്കയ്ക്ക് അനുമതി നൽകിയതായാണ് വിവരം. തങ്ങളുടെ സൈനിക താവളങ്ങൾ ഇറാനെതിരെ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് സൗദിയുടെ മുൻ നിലപാടിൽ നിന്നുള്ള വലിയൊരു മാറ്റമാണിത്. അതേസമയം ടെഹ്റാനുമായി ബന്ധമുള്ള സാമ്പത്തിക സഹായ ശൃംഖലകളെ തകർക്കുന്നതിന്റെ ഭാഗമായി ഒരു ഇറാനിയൻ ഉടമസ്ഥതയിലുള്ള ആശുപത്രിയും ക്ലബ്ബും അടച്ചുപൂട്ടി. ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങൾക്കായി ബഹ്റൈനിൽ നിന്ന് മിസൈലുകൾ തൊടുത്തുവിടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതായും റിപ്പോർട്ട് പറയുന്നുണ്ട്. എന്നാൽ അയൽ രാജ്യങ്ങളിൽ നിന്ന് സൈനിക സഹായം ലഭിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സൈന്യം ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിട്ടില്ല. തുടർച്ചയായ ആക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതും ഹോർമൂസ് കടലിടുക്കിനുമേൽ ഇറാന്റെ നിയന്ത്രണം വർദ്ധിപ്പിക്കുന്നതും ഈ രാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അവർ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടാൻ തയ്യാറാക്കുന്നത്. ഇറാനെതിരെയുള്ള അമേരിക്കയുടെ വ്യോമാക്രമണങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനൊപ്പം ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയാനുള്ള മറ്റൊരു മുന്നണി തുറക്കാനും ഈ നീക്കങ്ങളിലൂടെ ലക്ഷ്യമിടുന്നു. അതേസമയം തങ്ങളുടെ സാമ്പത്തിക സംവിധാനത്തിലുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ആസ്തികൾ മരവിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് WSJ റിപ്പോർട്ട് ചെയ്യുന്നത്. പണപ്പെരുപ്പവും യുദ്ധവും മൂലം ടെഹ്റാൻ ബുദ്ധിമുട്ടുന്നതിനാൽ ഈ നീക്കം അതിന്റെ നിർണായക സാമ്പത്തിക ജീവനാഡിയെ ഞെരുക്കിയേക്കാം. സംഘർഷം അവസാനിക്കുന്നത് ഇറാന്റെ സൈനിക ശക്തിയെ വേണ്ടത്ര ദുർബലപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഗൾഫ് സഖ്യകക്ഷികൾ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുന്നു. ഇറാൻ നിലവിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കൈവശം വെച്ചുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കുന്നത് തന്ത്രപരമായ ഒരു ദുരന്തമായിരിക്കും. ഒരു ഗൾഫ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞതാണിത്. അസ്വസ്ഥമായ സഖ്യകക്ഷികൾ വ്യക്തമായ ലക്ഷ്യങ്ങൾ എന്നിരുന്നാലും വാഷിംഗ്ടണിനോടുള്ള നിരാശ ഇപ്പോഴും നിലനിൽക്കുന്നു. പേർഷ്യൻ ഗൾഫിലെ അയൽക്കാർക്കെതിരെ ഇറാൻ ആക്രമണം നടത്തുന്നത് അപ്രതീക്ഷിത മാറ്റമാണെന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾക്കിടയിലും തിരിച്ചടി നേരിട്ടവർ അത്തരമൊരു ഫലം മുൻകൂട്ടി കണ്ടിരുന്നു. ഇറാന്റെ പ്രതികാര നടപടിക്കുള്ള US പദ്ധതി അപര്യാപ്തമാണെന്ന് അവർ പറഞ്ഞു. ഗൾഫ് നേതാക്കൾ US ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും പെന്റഗണിന്റെ തന്ത്രത്തിൽ അവരുടെ സ്വാധീനം പരിമിതപ്പെടുത്തിയിരുന്നു. ഈ അനുഭവം വാഷിംഗ്ടണിനെ വളരെയധികം ആശ്രയിക്കുന്നതിന് പകരം സുരക്ഷാ പങ്കാളിത്തങ്ങൾ വൈവിധ്യവൽക്കരിക്കാൻ പ്രാദേശിക ശക്തികളെ പ്രേരിപ്പിക്കുമെന്ന് ഉൾപ്പെട്ടവർ മുന്നറിയിപ്പ് നൽകി. ആ അസ്വസ്ഥത ഉണ്ടായിരുന്നിട്ടും അടിയന്തര മുൻഗണന വ്യക്തമാണ്. ഇറാൻ സംഘത്തിൽ നിന്ന് ധൈര്യത്തോടെ പുറത്തു വരുന്നില്ലെന്ന് ഉറപ്പാക്കുക. അയൽക്കാരെ ദ്രോഹിക്കാനുള്ള ശേഷി ഇറാൻ നഷ്ടപ്പെടുത്തുന്നതോടെ ഈ യുദ്ധം അവസാനിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണ് ഒരു ഗൾഫ് ഉദ്യോഗസ്ഥൻ മാധ്യമത്തോട് പറഞ്ഞത്. ഖത്തറിലെ റാസ് ലഫാൻ ഗ്യാസ് ഹബിന് നേരെയുണ്ടായ ആക്രമണം ഉൾപ്പെടെ ഗൾഫിലുടനീളമുള്ള ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങളെയും നഗരങ്ങളെയും ലക്ഷ്യമിട്ടുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ സർക്കാരുകളെ അസ്വസ്ഥമാക്കുകയും എണ്ണ, ഗ്യാസ്, ടൂറിസം തുടങ്ങിയ അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ ചാലക ശക്തികളെ ബാധിക്കുകയും ചെയ്യും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.